ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പാസ് കീ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ടു ഹെൽപ്പ് യുവർ അക്കൗണ്ട് സെക്യൂർ വി സ്ട്രോങ്ലി റെക്കമെൻഡ് ക്രിയേറ്റിംഗ് എ പാസ് കീ ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട് ടു എൻഹാൻസ് ദ സെക്യൂരിറ്റി ഓഫ് യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്ക് പാസ് കീ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെക്യൂറായിട്ട് ലോഗിൻ ചെയ്യാനും ലോഗിൻ ചെയ്യുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാനും ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക, ഡാഷ്ബോർഡിൽ വരിക, studio.youtube.com എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വന്നിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ പാസ് കീ നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു വെബ് പേജിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ യൂസ് യുവർ പാസ് കീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തേക്കുന്ന മൊബൈൽ ഫോൺ, ഈ ഒരു മെയിൽ ഐ ഡി യൂസ് ചെയ്തേക്കുന്ന മൊബൈൽ ഫോൺ അത് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പാസ് കീ യൂസ് ചെയ്താണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളത് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പാസ് കീ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയ പാസ് കീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എ പാസ് കീ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പാസ് കീ വേണമെങ്കിൽ ഈ ഡിവൈസിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അനദർ ഡിവൈസിലാണ് പാസ് കീ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യൂസ് അനദർ ഡിവൈസ് കൊടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു ഡിവൈസിൽ തന്നെ പാസ് കീ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ എനിക്കൊരു മെസ്സേജ് പോലെ വന്നു. അതായത് ഒരു വിൻഡോസിൻ്റെ ഒരു സൈൻ ഇൻ മെസ്സേജാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിൻഡോസിൻ്റെ പിന്ന്, അതായത് നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യേണ്ട പിന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിന് വേണ്ടി ഒരു പാസ് കീ ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ് കീ ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് കീസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ് കീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ക്രിയേറ്റ് എ പാസ് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാസ് കീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ് കീ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇൻഡു ഐക്കൺ ഉണ്ട്. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ് കീ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ ഓൾ സെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. യു ക്യാൻ നൗ യൂസ് യുവർ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ഓർ സ്ക്രീൻ ലോക്ക് ടു സൈൻ ഇൻ ടു യുവർ ഡിവൈസ്. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസോ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്കോ യൂസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഡിവൈസിലേക്ക് സൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.